അതാ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. വേൾഡ് എലഫന്റ് ഡേ എന്ന് പറയാ. ഓഗസ്റ്റ് 12 ചാലക്കുടിയിലേ ഒരു ആനക്കോട്ടയുണ്ട്. നീ കേട്ടണ്ടാ? ഞാൻ കേട്ടിട്ടില്ല. ആനക്കോട്ടയോ? ആനക്കോട്ടയിൽ കാണാൻ പോയല്ലോ. നീ ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണ്. പോവാം. അന്ന് വാതി കയറി. ആനക്കോട്ട കണ്ടേ? ആനക്കോട്ട സ്ഥലത്ത് ഇറങ്ങിപ്പോ. ഇവിടെയോ? ഇറങ്ങ്. മനുഷ്യന് ആനയുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നാട്ടിലെ കുറച്ച് കൊമ്പന്മാരുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമസ്കാരം, പ്രദീപ് തൈലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു ആനക്കോട്ടയാണ്. അത് അധികാരം കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ചാലക്കുടിക്ക് അടുത്ത് നാടുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ആനക്കോട്ടയിലാണ്. 4 സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഈ ആനക്കോട്ട. നല്ല ലക്ഷണമൊത്ത ഒരു ആനയ്ക്ക് മുൻപിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആകാര ഭംഗി കൊണ്ടും അഴക് കൊണ്ടും ജീവൻ തുടിക്കുന്ന ആനകളാണ് ഇവിടുത്തെ പ്രത്യേകത. പണ്ട് കാലത്തെ ആനയുടെ കാലിനുള്ളിലൂടെ നടന്നു വന്നാൽ ഭയം മാറുന്ന പറയുന്നത്. പണി പൂർത്തിയായി നിൽക്കുന്ന 2 കൊമ്പന്മാരാണ് ഇവിടെയുള്ളത്. ഈ 2 കൊമ്പന്മാരും വൈകാതെ ദുബായിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇവരെ കൂടാതെ മൂന്നാമതൊരു കൊമ്പൻ കൂടെ ഈ തറയിലുണ്ടെങ്കിലും അവന്റെ പണികൾ ഇപ്പോൾ ഫിനിഷിംഗ് ഘട്ടത്തിലായി വരുന്നതേ ഉള്ളൂ. 18 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ, ഇത് സിമെന്റിൽ നിർമ്മിച്ച ഒരു ആനയാണ്. നമ്മൾ നേരത്തെ കണ്ട ആന സിമെന്റിൽ നിർമ്മിച്ചതല്ല. ഇതുപോലെ ഒരു ആനയെ നിർമ്മിച്ചുകൊണ്ട് 4 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഈ സംരംഭം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലേക്ക് പോലും ആനകളെ കയറ്റി അയക്കുന്ന വലിയൊരു കമ്പനിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും എഫർട്ട് എടുത്ത് ഇത്രയും ഭംഗിയിൽ ജീവൻ തുളുമ്പുന്ന ആനകളെ സൃഷ്ടിക്കുന്ന ആ സുഹൃത്തുക്കൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പ്രശാന്ത്, ഇന്ന് വേൾഡ് എലഫന്റ് ഡേ ആണെന്ന് അറിയാവോ? ഇന്ന് അറിയാം, ചേട്ടൻ പറഞ്ഞപ്പോ. അത് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അല്ലേ? അത്ര അതിനുള്ള സമയം കിട്ടാത്തൊരു വ്യക്തിയാണ്. നിരവധി വർക്കുകളൊക്കെ വേറെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ആനയെ നിർമ്മിക്കുന്നതിൽ തന്നെയാണ്. സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? പിന്നെന്താ, ഇത് സാന്റോന്റെ സ്ഥലം ചാലക്കുടി തന്നെയാണ് ആണല്ലേ? ഓക്കെ. അത് റോബിൻ. നമസ്കാരം റോബിൻ. ജിനേഷ്. ഓക്കെ. 4 കൊമ്പന്മാർക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത്. 4 സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കുന്ന ഈ ആനപ്പെരുമ കേരളം വിട്ട് വിദേശങ്ങളിലേക്ക് കൂടി നമ്മുടെ മലയാളത്തിന്റെ പെരുമ എത്തിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആന പ്രേമത്തിലേക്ക് വന്നത്? ഞങ്ങൾ സത്യത്തിൽ ആനപ്രേമല്ല, ഞങ്ങളുടെ വർക്കിന്റെ ഭാഗമായിട്ട് ആനയെ ചെയ്തു. പക്ഷെ ആനയാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആനയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആനകളെയാണ് മെയിനായിട്ട് ഓർഡറുകൾ ആനകൾക്ക് ഇഷ്ടമാരുള്ളതുകൊണ്ട് ആന തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ആനയുടെ കണ്ണ് കണ്ട അതിന് ശരിക്കും ഒറിജിനൽ ആനകളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നത് കാണാറുണ്ട്. അതേപോലെ തന്നെ ഒറിജിനാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആനയാണിത്. ഇതുപോലൊരു ആനയെ സൃഷ്ടിക്കണമെന്ന് തോന്നിയത് എത്രാമത്തെ പ്രായത്തിലാണ്? 10-18 കൊല്ലം മുമ്പാണ് തോന്നുന്നത്. നമ്മളെ സുരേഷ് ഏട്ടല്ലേ, ഡാവഞ്ചി സുരേഷ് ഏട്ടൻ, ആളുടെ വർക്കിൻ്റെ അത് നമ്മൾ ചാലക്കുടിയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതുമാതിരി ഒരു സംഭവം ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഡാവഞ്ചി സുരേഷ് ഏട്ടനെ ശരിക്കും പറഞ്ഞ ആളൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഇവർക്ക്. ഞാൻ ഡയറക്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോ നല്ലൊരു സുഹൃത്താണ്. എല്ലാവിധ കാര്യങ്ങളും എന്ത് സംശയം ഉണ്ടെങ്കിലും ആൾ പറഞ്ഞു. അതാണ് നല്ലൊരു കലാകാരൻ. ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും അല്ലെങ്കിൽ അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വ്യക്തികൾ കൂടിയാണ് കലാകാരന്മാർ. അപ്പൊ ഡാവിഞ്ചി സുരേഷ് ഏട്ടന് ഒരു ബിഗ് സല്യൂട്ട്. ദുബായ് രുദ്രൻ എന്നാണ് തലയെടുപ്പുള്ള ഈ കൊമ്പന്റെ പേര്. ദുബായ് രുദ്രനോടേ നമ്മൾ ഈ തുമ്പിക്കൈ ഒന്ന് ഉയർത്തി കളിക്കാൻ പറയാണ് കേട്ടാ. ആളിപ്പോ ചെയ്യും, പറഞ്ഞത് അപ്പ അനുസരിക്കാതാ. വിഷ് ചെയ്ത് കഴിഞ്ഞു. 2 ചെവികളും വീശി തലയിളക്കി വാലാട്ടി നിൽക്കുന്ന ഈ കൊമ്പനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. ഈ ഒരു ആനയെ നിർമ്മിക്കാനായിട്ട് നമുക്ക് എത്ര മാസം സമയം എടുത്തിട്ടുണ്ട്? നമുക്ക് ഇത് സാധാരണ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ ആനയെ പൂർണ്ണമായ രീതിയിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയും. ഇത് ദുബായിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആനയല്ലേ രുദ്രൻ? ഇപ്പൊ തൊട്ടടുത്ത് കാണുന്നത് കണ്ണൻ, ദുബായ് കണ്ണൻ. ഈ ദുബായിലേക്ക് എത്ര ആനകളെ കയറ്റി വിട്ടിട്ടുണ്ട്? അവിടെ ഇപ്പൊ ഇതിലൊക്കെ 5 ആനകളാണ് നിങ്ങളുടെ പേരിൽ പോകുന്നത്. ഈ ദുബായ് അല്ലാതെ മറ്റേതൊക്കെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ആനകളെ കയറ്റി വിട്ട് കഴിഞ്ഞു? നമ്മ ഓൾറെഡി യുകെയിലേക്ക് പോയിട്ടുണ്ട്, അമേരിക്ക പോയിട്ടുണ്ട്, പിന്നെ സ്പെയിനിൽ പോയിട്ടുണ്ട്. സ്പെയിനിലേക്ക് കൊടുത്തിട്ടല്ലേ? പിന്നെ സിംഗപ്പൂരിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. സിംഗപ്പൂർ ഫെസ്റ്റിവലിന് അവിടെ ഒരു പൂരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൂരം തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോ ഇങ്ങനെ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് ആനകളെ കൊണ്ടുപോകാൻ മാത്രമല്ല അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് റണ്ണിങ് ആക്കി ചെയ്തു കൊടുക്കും അല്ലേ? അങ്ങനെയുള്ള സർവീസ് നിങ്ങൾ ചെയ്തു കൊടുക്കും.
ഇനിയിപ്പോ ഇതിന് ഏറെക്കുറെ ഈ ഒരു ആനയെ നിർമ്മിക്കാനായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു ആനയെ വാങ്ങണമെന്ന് ഒരു ആഗ്രഹം തോന്നിയാൽ എത്ര ചെലവ് വരും? നമ്മൾ നോർമലി സ്റ്റാർട്ടിങ് ബേസ് മോഡൽ നമ്മൾ കൊടുത്തു കൊടുക്കുന്നത് നമ്മൾ 5 ലക്ഷമാണ്. 5 ലക്ഷത്തിലാണ്. പിന്നെ ഓരോ ഓപ്ഷൻ നമ്മൾ പറയണ പോലെ ഇരിക്കും. നമുക്ക് അവർ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞനുസരിച്ച് അതിന്റെ നമ്മുടെ എമൗണ്ട് കൂടി വരും അല്ലേ? അപ്പോ ഒരു ആരംഭ വില എന്ന് പറയുന്നത് നമുക്ക് 5 ലക്ഷമാണ്. അത് എത്ര ഉയരമുള്ള ആനയായിരിക്കണം? അത് 10 അടി 10 അടി ഹൈറ്റ് ഉള്ള, ശരിക്കും ഒരു ആനയുടെ ഹൈറ്റ് അല്ലെ, 10 അടി ഹൈറ്റ് ഉള്ള ഒരു ആനയെ നമുക്ക് വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാം. വലിപ്പം കൊണ്ടേ നമ്മുടെ ദുബായ് രുദ്രന്റെ അനിയനായിട്ട് വരും കേട്ടോ, ദുബായ് കണ്ണൻ. ശരിക്കും ഈ രുദ്രനേക്കാളും വളരെ ഉയരം കുറഞ്ഞ ഒരു ആനയാണുള്ളത്. ചെറുതാണ്. ഇത് ഇങ്ങനെ പാർട്ടി ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് തന്നെയാണോ? ഇതിന്റെ എൻക്വയറി കുറവുണ്ട്. ഇപ്പോ ഈ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണനുണ്ടല്ലോ, ഇവന് ഈ ചെവിയുടെ ആട്ടത്തിനൊക്കെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ കഴിയും. അതുകൂടാതെ ഒരു സംശയം ചോദിക്കുകയാണേ, ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ രൂപത്തിൽ ഇരിക്കുന്ന ഈ ആനയെ വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ ഈ കണ്ടെയ്നറിലല്ലേ ഇത് കൊണ്ടുപോകുന്നത്? അപ്പൊ ഇതിനെ അത് കണ്ടെയ്നറിൽ ഒതുങ്ങുമോ? സംവിധാനത്തിലാണോ? ഇതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കണ്ടെയ്നറിൽ ഇതൊരു കണ്ടെയ്നർ സൈസിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആനയാണ്. കറക്റ്റ് അതിന്റെ ഹൈറ്റ് ആണ് അത്. അപ്പൊ ഈ ദുബായ് ഈ രുദ്രനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകാം? അത് കട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അവിടെ കട്ടിങ് ഉണ്ട്. അവന്റെ കാലില് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. 2-3 പീസായിട്ട് വരും. ഇപ്പൊ നമുക്ക് കമ്പനിക്ക് 2 സൈറ്റുകളുണ്ട്. ഒരെണ്ണം ഫോർ ഹിയാർട്സ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതുമാതിരി തന്നെ പ്രശാന്ത് ആർട്സ് എന്ന് പറഞ്ഞിട്ടും ഒരു പേജ് ഉണ്ട്. ആ 2 സൈറ്റിലൂടെയാണ് നമുക്ക് വർക്കുകളൊക്കെ വരുന്നത്. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നടക്കാൻ പോകുന്ന പല ഫെസ്റ്റിവലുകൾക്കും ആവേശം നിറയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ആനകളുടെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരുടെയും കീഴിൽ 4 വിഭാഗങ്ങളായിട്ടാണ് ഇവിടുത്തെ പണികൾ വേർതിരിച്ചിരിക്കുന്നത്. വിദഗ്ധരായ തൊഴിലാളികൾ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ ഭാഗങ്ങളും നിർമ്മിച്ച് പണി പൂർത്തീകരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കി നടന്ന് കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ കൗതുകം മാത്രമല്ല, ശരിക്കും ഒരു ആശ്ചര്യം കൂടെ തോന്നിപ്പോകുന്നുണ്ട്. ആനയും കടലും ആകാശവും എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകളാണല്ലോ. ആനച്ചമയങ്ങളും വെഞ്ചാമരവും ആനത്തോട്ടിയും എന്തിനേറെ ആനപ്പിണ്ടം വരെ ഇവർ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇവിടെ ഞങ്ങൾ ചില ഗൊറില്ലകളെയും മാർജാരനെയും സിംഹത്തെയും പുലിയെയും മാനിനെയും എല്ലാം കണ്ടു. ഇതുപോലൊരു ആനയെ ചിലപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ ഒരു പൂരം കമ്മിറ്റിക്കാർക്കും വാങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പൊ ഇത്തരം ആനകൾ നിങ്ങൾ ഇനിയിപ്പോ പൂരത്തിന്റെ സീസണുകളല്ല വരാൻ പോകുന്നത്, പല ഉത്സവങ്ങളും ഇനി നമ്മുടെ ഉത്സവ സീസണുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഇത്തരം ആനകളെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ സീസൺ ആകുമ്പോൾ നമ്മൾ ഒരു 1-2 ആനയെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാനുള്ള ഇതിൽ ചെയ്തു വെക്കലുണ്ട്. സത്യത്തിൽ നമ്മുടെ നാട്ടില് ഉത്സവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ പലപ്പോഴും നടക്കുക. ഇപ്പൊ ഈ പാവം ആനകൾ ഈ വെയിൽ കൊണ്ട് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് നിൽക്കണ കാണുമ്പോൾ അല്ലെങ്കിൽ പലതിനും ശാരീരികമായ സുഖമുണ്ടാകില്ല, പലതിൻ്റെ കാലുകളിലൊക്കെ വ്രണമൊക്കെ കാണും. അപ്പൊ ഇവറ്റങ്ങളെയൊക്കെ നമ്മൾ പൂരത്തിന് കൊണ്ടുവന്ന് ഈ വെയിലത്ത് നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിൽ ആനയെ കാണുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ആനയെ എത്ര കണ്ടാലും മടുക്കില്ല എന്നാണ് പറയാ. അപ്പോൾ ഈ ആനകളെ അങ്ങനെ കാണുമ്പോൾ, ജീവനുള്ള ആനകളെ ഈ പൊരി വെയിലത്ത് നിർത്തുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ പ്രശാന്തും ടീമും ഒക്കെ നിർമ്മിക്കുന്ന ഇത്തരം ആനകൾ. ഇപ്പോൾ പല ഉത്സവങ്ങൾക്ക് പോലും ഇങ്ങനെ ചലിക്കുന്ന ആനകളെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 3 അമ്പലങ്ങൾ തന്നെ ഓൾറെഡി ഇപ്പോൾ നടയിരുത്തലായിട്ട് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇരിങ്ങാടപ്പള്ളി അമ്പലത്തിലേക്കും പിന്നെ തിരുവനന്തപുരത്തെ അമ്പലത്തിലേക്കും ഇത്തരം ആനകളെ നടയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമാതിരി ഗൂഡല്ലൂര് മലയാളികളുടെ അമ്പലം തന്നെയാണ് ഗൂഡല്ലൂര്. അവിടേക്ക് ഇപ്പോൾ നമ്മൾ ചക്കാമ്പറമ്പ് അമ്പലത്തിലേക്ക് നമുക്ക് ബുക്കിംഗ് ഉണ്ട്. അത് ശരി. ഇപ്പോ ശരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പല കമ്മിറ്റികളൊക്കെ മാതൃകയാക്കണം ഇത്തരം അമ്പലങ്ങളെ. കാരണം എന്ന് വെച്ചാൽ ഒരു മിണ്ടാപ്രാണിയെ കൊണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ മുന്നാനകൾ ഉപയോഗിച്ചിട്ട് അവരെന്നെ നേരത്തെ തന്നെ നിർത്തിയേക്കണ അമ്പലങ്ങളാണിത്. അല്ലാണ്ട് ഇപ്പോൾ അമ്പലങ്ങളിൽ ആന ഉപയോഗിച്ചിരിക്കണം. അവർ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അവിടെ മരണം ഉണ്ടായിട്ടൊക്കെ അവരെന്നെ തീരുമാനം എടുത്ത് പണ്ട് തന്നെ ആന വേണ്ടാന്ന് തീരുമാനത്തെ അമ്പലങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ ആനകൾ എടുക്കുന്നുണ്ട്. ആനകൾ ഒരു അലങ്കാരം കൂടെയാണ് നമ്മുടെ നാട്ടിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അമ്പലങ്ങളിൽ വന്ന് ആനകൾ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഈ ആനയുടെ അടുത്തൊന്ന് ചെന്ന് നോക്കും. അതിനുശേഷമാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ വിട്ടു പോരുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ജീവനുള്ളൊരു ആനയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ചിലവേറിയ ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനൊരു പരിഹാരമാണ്. മാത്രമല്ല ആരുടെയും ഒരു വിഷമം കാണേണ്ടി വരില്ല. എങ്ങനെയുണ്ട് ഈ പുതിയ മാർക്കറ്റിംഗ്? ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട്. അത്യാവശ്യം നമുക്ക് ആൾക്കാരെ ചോദിക്കാനനുസരിച്ച് കൊടുക്കാൻ പറ്റണില്ല. ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്.
കുറെ നേരമായാലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഈ ഒരു മേഖല ഇനി എങ്ങനെ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പുതിയ പുതിയ എന്തൊക്കെ ടെക്നോളജിയാണ് നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് ഐഡിയാസ് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ളൊരു ടൈം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ആ ഡേറ്റിൽ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുറച്ച് ഐഡിയാസ് ഇതിൽ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇതിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. അപ്പോൾ പുതിയ ടെക്നോളജികൾ നിങ്ങൾ ഇതിൽ പരീക്ഷിക്കാൻ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് സമയത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമേ സമയത്തിന്റെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇതിലേക്ക് ഇനി പുതിയ ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യമുള്ള കലാരംഗങ്ങളിൽ താല്പര്യമുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വരാനും ഈ തൊഴിൽ പഠിക്കാനും താല്പര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരൊക്കെ ഒരു അവസരം കൊടുക്കുമോ പഠിക്കാനായിട്ട്? തീർച്ചയായിട്ടും ചെയ്യാം. ഇവിടെ വന്നവരൊക്കെ അങ്ങനെ ചോദിച്ചു വന്നവരാണ് വർക്ക് ചെയ്യുന്നവർക്ക്. അതെ അല്ലേ? നിലവിൽ ഇപ്പോൾ എത്ര സ്റ്റാഫുകളുണ്ട് നമുക്ക്? ഇപ്പോൾ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 12 പേരുണ്ട്. ഇതില് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയട്ടെ, ഈ 12 പേരോളം ഇവിടെ ഉണ്ട്. ഇവര് മുതലാളിമാർ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, അല്ലെ കലാകാരന്മാരാണെന്ന് പറഞ്ഞ് ഡിസൈനിങ് മാത്രമല്ല, ഇതിന്റെ A to Z, ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇതിനെ നന്നാക്കുന്നതിന് വേണ്ടി 4 പേരുടെ കൂട്ടായ പരിശ്രമമുണ്ട്. അതെന്തായാലും ഈ സൗഹൃദം വളരട്ടെ, നമ്മുടെ ആനപ്പെരുമ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടെ കടന്നു ചെല്ലട്ടെ, ഇനിയും ഒരുപാട് ഓർഡറുകൾ കിട്ടട്ടെ. ഇതിപ്പോൾ അവർക്ക് നിലവിലുള്ള ഓർഡറുകൾ കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇത് വലിയൊരു കമ്പനിയായി മാറണമെന്നും അതിൽ നല്ല ലക്ഷണമൊത്ത കുറേ ആനകളെ നമുക്കിനി വീണ്ടും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിയുമെന്നും തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുമായി നമുക്ക് സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. നമുക്ക് വീണ്ടും കാണാം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേക്കണം. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ അപ്പോളോ ടയേഴ്സ് കഴിഞ്ഞ് അതിരപ്പള്ളി വഴിയിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുൻപുള്ള സർവീസ് റോഡിലാണ് ഇവരുടെ സ്ഥാപനം വരുന്നത്. ആനപ്പണികൾ കാണാനും ആനയെ വാങ്ങാനും താല്പര്യമുള്ളവർക്ക് ഇവിടം സന്ദർശിക്കാം. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.